ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. പ്രൊഫസർ സ്റ്റാൻലി സെബാസ്റ്റ്യൻ സർ ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് വിഴിഞ്ഞം പോർട്ടിന്റെ നാളുവഴികളെ കുറിച്ചാണ്. വിഴിഞ്ഞം പോർട്ട് വന്ന കാലത്ത്, അതിന്റെ കരാർ ഒപ്പിട്ട കാലത്ത് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി വലിയ അഴിമതിയാണ് നടത്തിയത് എന്ന് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് അന്നത്തെ പ്രതിപക്ഷമായിരുന്ന ഇന്നത്തെ ഭരണകക്ഷി വലിയ കോലാഹലങ്ങൾ നടത്തിയിരുന്നു. പിന്നീട് പിണറായി വിജയൻ അധികാരത്തിൽ വന്നപ്പോൾ അതേ കരാർ തന്നെ പുതുക്കി നിശ്ചയിച്ചുകൊണ്ടാണ് വിഴിഞ്ഞം പോർട്ടിന്റെ പണികളുമായി മുന്നോട്ട് പോയത്. ഇന്നലെ അത് യാഥാർത്ഥ്യമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സമ്പൂർണമായ ഒരു ഉദ്ഘാടനം ഇനിയും അതിന്റെ ഒരു വലിയ മാമാങ്കം പോലെ നടക്കുമായിരിക്കും. തൽക്കാലം ആദ്യത്തെ കപ്പൽ വന്നതിന്റെ ആഘോഷമാണ് ഇന്നലെ നടന്നത്. അതുപോലും വിവാദമായിരിക്കുന്നു. നമ്മുടെ തിരുവനന്തപുരത്തിന്റെ MP ആയ ശശി തരൂര് ആ ഉദ്ഘാടന പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള ചില കാരണങ്ങൾ പറഞ്ഞിരിക്കുന്നു. ക്രിസ്തീയ സഭകൾ ഈ പോർട്ടിനോട് സ്വീകരിച്ചിരുന്ന സമീപനങ്ങൾ പല കാലങ്ങളിൽ രൂക്ഷമായ സമരങ്ങൾ ഉൾപ്പെടെ പ്രക്ഷുബ്ധമായ സമരങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ മാറി ഇരിക്കുന്നു ഇപ്പോ. എങ്കിലും പിണറായി വിജയൻ തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ ഉമ്മൻചാണ്ടിയുടെ പേര് പരാമർശിച്ചില്ല എന്നത് വിവാദമായി. പക്ഷെ വിൻസെന്റ് MLA തൊട്ട് നമ്മുടെ സ്പീക്കർ ശശികുമാർ, സ്പീക്കർ സംഷീർ വരെയുള്ളവർ ഉമ്മൻചാണ്ടിയുടെ പേര് എടുത്തു പറയുകയും ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയും ചെയ്തത് മറ്റൊരു വിവാദമായി. എന്തൊക്കെയായിരുന്നാലും ഇന്ന് ഈ വിഴിഞ്ഞം പോർട്ട് ഇതുവരെ എത്തി നിൽക്കുമ്പോൾ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായ ഒരു വികസന പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ അത് അദാനിക്ക് കേന്ദ്ര ഗവൺമെന്റ് കൊടുത്ത വലിയ ദാനമാണ് എന്ന് തുടങ്ങിയത് ഉൾപ്പെടെയുള്ള വലിയ ആരോപണങ്ങൾ നിലനിൽക്കുമ്പോൾ ഈ പോർട്ടിനോട്, വിഴിഞ്ഞം തുറമുഖത്തോട് കേരളത്തിലെ വ്യത്യസ്തങ്ങളായ കക്ഷികൾ, വ്യക്തികൾ, പ്രസ്ഥാനങ്ങൾ സ്വീകരിച്ച നിലപാടുകൾ, ഇനിയും അവരുടെ നിലപാടുകളിൽ വരാനിടയുള്ള മാറ്റങ്ങൾ, അതിനെക്കുറിച്ചാണ് ഇന്ന് സ്റ്റാൻലി സെബാസ്റ്റ്യൻ സാർ സംസാരിക്കുന്നത്. സാർ പ്ലീസ്. ഗുഡ് മോർണിംഗ്. അതായത് വിഴിഞ്ഞം എന്ന് പറയുന്ന തുറമുഖം ചരിത്രത്തിൽ ഏകദേശം 2500 വർഷങ്ങൾക്ക് മുമ്പ്, ബുദ്ധനും മുമ്പ് പല രേഖകളിലും അവിടെ എവിടെയായിട്ട് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അത് ഈ വിദേശ രാജ്യത്തുള്ള ആൾക്കാർക്ക് വിഴിഞ്ഞം എന്ന വാക്ക് പറയാൻ പറ്റത്തില്ല, നാക്ക് പഠിക്കാത്തതുകൊണ്ടാണ് അവർക്കത് പറയാൻ പറ്റത്തില്ല. വിഴിഞ്ഞ്, ക്ലിഞ്ച്, അങ്ങനെയൊക്കെ വേറെ പല വാക്കുകളാണ് അവർ ഉപയോഗിക്കുന്നത്. പക്ഷെ ചരിത്രത്തിന്റെ പല രേഖപ്പെടുത്തലുകളിലും അതുണ്ട്. അങ്ങനെ ഒരു അക്ഷരവും പ്രൊനൗൺസിയേഷനും ഒന്നും അവരുടെ ഭാഷയിൽ ഇല്ലാത്തതുകൊണ്ട് അതിന് പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്തിട്ടില്ലെന്നുള്ളേ ഉള്ളൂ. ബട്ട് അവിടെ എവിടെയായിട്ടുണ്ട്. ഇത് പല രീതിയിൽ പല പ്രാവശ്യങ്ങളിൽ മത്സ്യബന്ധന തുറമുഖത്തിൽ നിന്നും മാറി ഒരു കൊമേഴ്ഷ്യൽ പോർട്ടായിട്ട് ഇട്ടും പിന്നീട് ഡിഫൻസ് പോർട്ടായിട്ടും ഒക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള പദ്ധതികൾ ഉണ്ടായിരുന്നെങ്കിലും ആരും അത് ടേക്കപ്പ് ചെയ്തില്ല. തമിഴ് രാജാക്കന്മാരായിട്ടുള്ള പാണ്ഡ്യന്മാരും ചോളന്മാരും ഇതിനു വേണ്ടി 1 or 2 യുദ്ധങ്ങൾ നടത്തിയിട്ടുണ്ട്. പിന്നീട് അത് തിരുവിതാംകൂറിന്റെ കയ്യിൽ വന്നു. വേണാട് പിന്നീട് തിരുവിതാംകൂറായി. ഇത് കഴിഞ്ഞിട്ട് പിന്നീട് അത് തിരുക്കൊച്ചിയായി, കേരളമായി, ഇന്ത്യയുടെ ഭാഗമായി. അപ്പോഴൊന്നും ഇതിന് അനക്കം വെച്ചില്ല. 1960-ലൊക്കെ പലരും ഒക്കെ പറഞ്ഞു എന്ന് പറയുന്നു, പല തുറമുഖങ്ങളുടെയൊക്കെ പേരിൽ. പക്ഷെ അതെല്ലാം കഴിഞ്ഞ് ഈ അടുത്ത കാലത്താണ്, 2011 ശേഷമാണ് ഇത് ജീവൻ വെച്ചത്. അതിനൊരു കാരണവും കൂടെ ഉണ്ടായിരുന്നു. കൊച്ചിക്ക് താഴോട്ട് പിന്നുള്ളത് കൊളംബോ ആണ്, അത് ശ്രീലങ്കയിലാണ്. അവർക്കാണ് മദർ പോർട്ട് ഉള്ളത്. ഇത്രയും വലിയൊരു രാജ്യം, ഈ 150 കോടി ജനങ്ങൾക്ക് ഒരു മദർ പോർട്ട് ഇല്ല ശരിക്കും. അപ്പോൾ അത് മദർ പോർട്ട് വേണമെന്നുള്ളത് വന്നു. രണ്ടാമതൊരു പോർട്ടും കൂടെ ശ്രീലങ്ക ഉണ്ടാക്കി, ഹമ്പൻതൊട്ട എന്നും പറഞ്ഞ്. അത് ചൈനയുടെ കയ്യിലാണ്. അത് 2009-ലാണ് അവരത് ഡെവലപ്പ് ചെയ്ത് 2014 കൂടിയാണ് അവർ അത് ഓപ്പറേഷനിലാകുന്നത്. അപ്പോൾ അത് കൊമേഴ്ഷ്യലും ഡിഫൻസുമാണ്. ഇപ്പം ഇന്ത്യക്ക് മദർ പോർട്ടും ഡിഫൻസ് പോർട്ടും ഒക്കെ ആ സൈഡിൽ വേണം, ശ്രീലങ്കൻ സൈഡിൽ വേണം. അതായത് തിരുവനന്തപുരത്തോ കന്യാകുമാരിയോ മുനമ്പിൽ എവിടെയെങ്കിലും ഒക്കെ വേണമെന്നുള്ള ഇത് വന്നതാണ് മുന്നോട്ട് വരാൻ കാരണം. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതിനെ ആദ്യം ചാടി എതിർത്തേണ്ട കാര്യം, ഒന്നാമതായിട്ട് അവർ വികസനം തടയുന്നു, നമ്പർ 1. രണ്ടാമതായിട്ട് ചൈനയുടെ ഏതെങ്കിലും പോർട്ടിനോ ഇൻട്രസ്റ്റിനോ ഒരു കോട്ടം വരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കോ ഇടതന്മാർക്കോ സഹിക്കത്തില്ല. അപ്പോൾ ഹമ്പൻതോട്ടയ്ക്കും കൊളംബോയ്ക്കും ഒക്കെ എന്തെങ്കിലും പണി കിട്ടുന്നതിലുള്ള ബുദ്ധിമുട്ടിലായിരുന്നു ഇവർ ആദ്യം കയറി ഇത്തലോട്ട് ഇതിനെ എതിർത്തത്. പക്ഷേ ഇതിനകത്ത് വേറെ 2 വില്ലന്മാരുണ്ട്. അതായത് ഉമ്മൻചാണ്ടി 2011 തുടങ്ങി 14 വരെയുള്ള ഉമ്മൻചാണ്ടി അല്ല 2014 തുടങ്ങി 16 വരെ ഉള്ളത്. UPA ഭരണകാലത്ത് ഉണ്ടായിരുന്ന ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത് പൈസയ്ക്ക് വേണ്ടി ഡൽഹിയിൽ പോകുന്നു. അവിടെ പോയി ഉമ്മൻചാണ്ടിയും UDF-കാരും കൂടെ കുറെ തെണ്ടൽ നാടകമൊക്കെ നടത്തും. 10 പൈസ കൊടുക്കത്തില്ല മൻമോഹൻ സിംഗും ചിദംബരവും. കരഞ്ഞുകൊണ്ട് തിരിച്ചു വരും. ഒരു പ്രോജക്റ്റും കൊടുത്തിട്ടില്ല ആ കാലഘട്ടങ്ങളിൽ UPA-യുടെ ഭരണകാലത്ത്. പക്ഷെ മോഡി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതോടും അഴിമതിയും ലൂട്ടിങ്ങും നിന്നതോടുകൂടി പ്രോജക്റ്റുകൾ സാങ്ഷൻ ആകാൻ തുടങ്ങി.
ആ റോഡുകളും പാലങ്ങളും എയർപോർട്ട് പോർട്ട് അങ്ങനെ വികസന പദ്ധതികൾ മോഡി ഗവൺമെന്റിന്റെ മുന്നോട്ട് വരാൻ തുടങ്ങി. അങ്ങനെ മുന്നോട്ട് വന്നപ്പോഴാണ് ഇത് നടക്കുമെന്ന ഒരു കോൺഫിഡൻസ് ഉമ്മൻചാണ്ടിക്ക് കിട്ടിയത്. അദ്ദേഹം അതിൽ രാഷ്ട്രീയം കണ്ടില്ല. കേന്ദ്രത്തിലിരിക്കുന്നത് UP ആണെങ്കിലും കുഴപ്പമില്ല, NDA അല്ലെങ്കിൽ മോഡിജി ആണെങ്കിലും കുഴപ്പമില്ല, വികസനം വരട്ടെ, പൂച്ച കറുത്തതാണേലും വെളുത്തതാണേലും എലി പിടിച്ചാൽ മതി എന്നുള്ള ഡെങ് സിയാവോ പിങ്ങിന്റെ നയമായിരുന്നു ഉമ്മൻചാണ്ടി അക്കാര്യത്തിൽ സ്വീകരിച്ചിരുന്നത്. നമുക്ക് വികസനം വേണം, അത് ഏത് ഗവൺമെന്റും ആയിക്കോട്ടെ എന്നുള്ള ഒരു ഉദാര സമീപനം സ്വീകരിച്ചു. അപ്പോഴാണ് രണ്ട് ആദർശം മാത്രം കടിച്ച് ചവച്ച് കുടിക്കുന്ന രണ്ടുപേർ രംഗത്തെത്തുന്നത്, VM സുധീരനും സതീശനും. ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് അന്ന് കോൺഗ്രസിലാണ്. സ്വന്തം ഗവൺമെന്റിന്റെ, സ്വന്തം മുന്നണിയുടെ, സ്വന്തം നേതാവിന്റെ പ്രോജക്റ്റിനെതിരെ അവര് വ്യാജ പരിസ്ഥിതിക്കാരെയും അവിടെ ഓന്തിന്റെ വാല് മുറിയുന്നു, മുയലിന്റെ ചെവി മുറിയുന്നു, മല ഇടിയുന്നു, കല്ലിരുന്നു, അങ്ങനെയെല്ലാം പറഞ്ഞ് വ്യാജമായ കാരണങ്ങളെല്ലാം നിരത്തി ഇതിനെ എങ്ങനെ തടയാമെന്നുള്ളതിനെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ ആൾക്കാർ റിസർച്ച് നടത്തി. ഇതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമല്ല ഇതിനെ എതിർത്തിരിക്കുന്നത്. കേരളത്തിലെ മീഡിയകൾ പലരും അതിനെ എതിർത്തു, വ്യാജ പരിസ്ഥിതിവാദികൾ എടുത്തു. കോൺഗ്രസിൽ ഉമ്മൻചാണ്ടിക്ക് എതിരായിട്ടുള്ള ഗ്രൂപ്പുകാരെല്ലാം ഇതിലൂടെ എങ്ങനെ 2 സീറ്റിന്റെ ഭൂരിപക്ഷം അങ്ങനെ കൊണ്ടായിരുന്നുള്ളൂ, അതിനെ എങ്ങനെ താഴെ കളയാം എന്നുള്ള കാര്യത്തെ എതിർത്തു. പിന്നെ സോളാറുകാരിയെ വെച്ച് എതിർത്തു നോക്കി. പല രീതിയിൽ വെച്ച് ഇതിനെ അവരും എതിർത്തിട്ടുണ്ട്. അല്ലാണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്നെ നാച്ചുറലി അവർക്ക് അവരുടെ അപ്പൻ ചൈനയിലായതുകൊണ്ട് ആ ചൈനയ്ക്ക് പോർട്ടിന് ദോഷം വരുന്നു എന്നുള്ളതാണ്. പിന്നെ വേറൊരു കാര്യം, ഈ അറബ് രാജ്യത്തു നിന്നുള്ള ഒരു പോർട്ട് സമീപ രാജ്യങ്ങളിലും സമീപ സ്ഥലങ്ങളിലും ഒക്കെ പല പോർട്ടും ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് ബിസിനസ് കുറയരുതെന്നുള്ളതിന്റെ പേരിലാണ് LDFും UDFനും ഇതിൻ്റെ അകത്ത് ഒരു താല്പര്യം. ഇത് ഇല്ലേലും കുഴപ്പമില്ല എന്നുള്ള ഒരു നിലപാട് 1956 തുടങ്ങി 2016 വരെ ഇവരിതിനെ എതിർത്തതിന്റെ കാരണം. ഇതിലെല്ലാം രസം എന്താണെന്ന് വെച്ചാൽ 2 മതവിഭാഗങ്ങൾ ഇതിനെ അവിടെ എതിർത്തു. അതാണ് അതിന്റെ ഏറ്റവും വലിയ രസം. ഇപ്പൊ ഇന്ന് ബഹിഷ്കരണത്തിലും അവിടുത്തെ ലോക്കൽ ജിഹാദി നെറ്റ്വർക്ക് അതിനെ എതിർത്തു, ഇവാഞ്ചലിസ്റ്റ് നെറ്റ്വർക്കും ഇതിനെ എതിർത്തു. ഇവരുടെ എല്ലാം ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത്, രാജ്യത്ത് എന്തെങ്കിലും പ്രൊജക്റ്റ് ഉണ്ടായാൽ അത് ഞങ്ങളുടെ മതവിഭാഗങ്ങളുടെ കയ്യിലായിരിക്കണം, ഇല്ലെങ്കിൽ ഞങ്ങൾ അങ്ങ് എതിർത്ത് കളയും. അതായത് ഇവിടുത്തെ ഹിന്ദു ബിസിനസ്സുകാർ, അദാനിയോ അംബാനിയോ ഇനി ഒരു നാട്ടിൽ ഒരു പെട്ടിക്കട നടത്തുന്നവനാണെങ്കിലും ഒരു ഹിന്ദു ബിസിനസ്സുകാരൻ ഒരു പരിപാടിയും ചെയ്യാൻ പാടില്ല, ബിസിനസ് ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്തോളാം എന്നുള്ള ഒരു നിലപാട്. അപ്പൊ ഇവർക്കാർക്കേലും ഇത് ബിഡ് ചെയ്തോ, അതില്ല, ബിഡ് ചെയ്തോ പൈസ കൊടുക്കാനോ ഒന്നും പറ്റത്തില്ല, പക്ഷെ ഒന്നുകിൽ ഇത് നടക്കരുത്, നടത്തുകയാണെങ്കിൽ ഞങ്ങളുടെ ആളായിരിക്കണം. ഇതായിരുന്നു ഇവരുടെ നിലപാട്. അപ്പൊ അത് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വളരെ ദയനീയമായി തുറന്നു കാട്ടപ്പെട്ടിരിക്കുകയാണ്. അവിടുത്തെ കുറെ മുസ്ലിം സംഘടനകളുടെ ഒരു അസോസിയേഷൻ അവർ ഇത് ബഹിഷ്കരിക്കുന്നു, കരിദിനം ആചരിക്കുന്നു. അവിടുത്തെ ലത്തീൻ ആൾക്കാരും അവരുടെ സംഘടനകളും ഇതിനെതിരെ പല സമരങ്ങളും നടത്തുന്നു. യഥാർത്ഥത്തിൽ ഈ പോർട്ട് ഇരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് വിഴിഞ്ഞത്തിന് കുറച്ചുകൂടെ താഴെയാണ്. അവിടെ ഹിന്ദു മെജോറിറ്റി ഏരിയ ആണ്. അവിടെ സ്ഥലം കൊടുത്തിരിക്കുന്നതിൽ ഈ പോർട്ടിന് സ്ഥലം കൊടുത്തിരിക്കുന്നതിൽ ഏകദേശം 70% ഹിന്ദു നായർ വിഭാഗങ്ങളും ബാക്കിയുള്ളത് നാടാർ വിഭാഗത്തിലും മറ്റേ ആൾക്കാരാണ്. അവരതിനെ സ്വാഗതം ചെയ്യുകയാണ്, അവർക്ക് അവിടെ പ്രശ്നമില്ല. പക്ഷേ ഈ പോർട്ട് അവിടെ വരുന്നത് കൊണ്ട് 50 കിലോമീറ്ററും 100 കിലോമീറ്ററും അകലെ മത്തി ആത്മഹത്യ ചെയ്യുന്നു, അയല വിഷം കഴിക്കുന്നു, മീനിന്റെ ലഭ്യത കുറയുന്നു. ഇങ്ങനെയൊക്കെയുള്ള വ്യാജ പ്രചരണം നടത്തി മത്സ്യത്തൊഴിലാളികളെ ഇറക്കി വിട്ട് കലാപം ഉണ്ടാക്കാനാണ് ഈ മേൽപ്പറഞ്ഞ വിദേശ മതങ്ങൾ ശ്രമിച്ചത്. ഇത് ശരിക്കും ഗവൺമെന്റ് അതിനെ ഒരു രീതിയിലൊക്കെ എങ്ങനെയാലും അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി കുറെ കൂടെ ബ്രൂട്ടലായിട്ട് അവരെ നേരിടേണ്ടതായിരുന്നു എന്നുള്ള അഭിപ്രായക്കാരനാണ് എനിക്ക്. കാരണം ചുമ്മാ ഇരിക്കുന്ന മത്സ്യത്തൊഴിലാളികളെ ഇറക്കി വിട്ട് അവരെ പാവങ്ങളായിട്ടുള്ള മത്സ്യത്തൊഴിലാളികളെ പറ്റിക്കുന്നത് വലിയ തെമ്മാടിത്തരമാണ്. ഇങ്ങനെ ഒരു വികസനം വരുമ്പോൾ എല്ലാവർക്കും ഗുണം കിട്ടും, നാടിന് ഗുണം കിട്ടും, അവർക്ക് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല. ഒരു പോർട്ട് വരുന്നതിന്റെ പേരിൽ കടലിൽ പോയി മീൻ പിടിക്കുന്നതിനൊന്നും ഒരു പ്രശ്നവുമില്ല. അപ്പൊ അവരുടെ വീട് നഷ്ടപ്പെടുന്നു. അവിടുന്ന് വീടിന് അവകാശവാദം ഉന്നയിച്ച് വന്നവർക്കെല്ലാം വീട് കൊടുത്തു, കോടിക്കണക്കിന് രൂപ നഷ്ടപരിഹാരം കൊടുത്തു. പിന്നെ അതിന്റെ അകത്താണ് പിന്നെ ഇത് കൊണ്ടുവന്നതാണെന്ന് ഈ ഐഡിയ വിഴിഞ്ഞം പോർട്ട് 2500 വർഷം പഴക്കമുള്ള വിഴിഞ്ഞം പോർട്ട് എന്ന് പറയുന്ന ഐഡിയ തന്നെ തൻ്റെതാണെന്നും പറഞ്ഞാണ് നമ്മുടെ UN വിശ്വകോഴി രംഗത്തെത്തിയിരിക്കുന്നത്. അതായത് പുള്ളിയാണ് ഇത് കണ്ടുപിടിച്ചതെന്നും അദാനിയെ ഇവിടെ കൊണ്ടുവന്നതെന്നൊക്കെ പുള്ളി പറയുന്നത്. പക്ഷെ ഉദ്ഘാടനമായി കഴിയുമ്പം പുള്ളി പറയുന്നു വരാൻ പറ്റത്തില്ല, കാരണം വന്നതും മദർഷിപ്പാണ്. മദർഷിപ്പ് എന്തിനാണ് വന്നത്? ഒരു 20-25 വയസ്സുള്ള ഡോട്ടർഷിപ്പ് ആയിരുന്നെങ്കിൽ കൂടുതൽ നന്നായിരുന്നു. മദർഷിപ്പ് നടത്തുന്ന പരിപാടിയിലൊന്നും ഞാൻ വന്നുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് ഒരു 20-25 വയസ്സുള്ള ഡോട്ടർഷിപ്പിനെ കൊണ്ടുവരികയാണെങ്കിൽ അന്നേരം വരാവുന്നതാണ് അവിടുത്തെ MP പറയുന്നത്. കാരണം പുള്ളിക്ക് അതിലാണ് ആ ഏരിയയിലാണ് പുള്ളിയുടെ താല്പര്യവും എക്സ്പെർട്ടൈസും ഒക്കെ അതിലായതുകൊണ്ട് അതിലാണെന്ന് പറയും. അത് പുള്ളിയുടെ സ്വാതന്ത്ര്യം, നമ്മളത് അംഗീകരിക്കുന്നു.
ഇനി വരുമ്പോൾ ഡോട്ടർഷിപ്പ് ഒക്കെ കൊണ്ടുവരാം. കാരണം ഈ UN-ലൊക്കെ ഇരുന്ന് ഒത്തിരി കപ്പലുകളുമായിട്ടുള്ള മദർഷിപ്പും ഡോട്ടർഷിപ്പും അല്ലാത്ത ഷിപ്പുമായിട്ടുള്ള വലിയ എക്സ്പീരിയൻസ്, ചിലപ്പോൾ സ്വന്തമായിട്ട് ഷിപ്പുകൾ വരെ കാണും. അപ്പോൾ ഉള്ള ആളാണ് പുള്ളി. അപ്പൊ പുള്ളിയുടെ അഭിപ്രായം നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. അപ്പോൾ ഓരോരുത്തരും ഇതിൻ്റെ അകത്ത് കാണിക്കുന്ന വൃത്തികേടുകൾ എന്ന് പറയുന്നത് എല്ലാ ലിമിറ്റുകളും ലംഘിക്കുന്ന വൃത്തികേടുകളാണ്. ഇതിൻ്റെ അകത്ത് രാഷ്ട്രീയക്കാരും മീഡിയയും മതസമൂഹങ്ങളും രാഷ്ട്രീയ പാർട്ടികളും വ്യക്തികളും ഒക്കെ കാണിക്കുന്നത് ഇത് ഓന്തിനെ നാണിപ്പിക്കുന്ന കാലുമാറ്റങ്ങളാണ്. ഭരണം ഇച്ചിരി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ സപ്പോർട്ട് ചെയ്യുന്നവൻ എതിർക്കുന്നു, എതിർക്കുന്നവൻ സപ്പോർട്ട് ചെയ്യുന്നു, ഇതൊന്നും പറ്റാത്തവൻ ബഹിഷ്കരിക്കുന്നു, അല്ലാത്തവർ നാട്ടുകാരെ ഇളക്കി വിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഇത് രാജ്യത്ത് വികസനം എങ്ങനെ തടയാം, രാജ്യത്ത് എങ്ങനെ വിദേശ രാജ്യങ്ങൾക്ക് വേണ്ടി ഇവിടെ വർക്ക് ചെയ്യാം, ഇതിനെ പറ്റിയുള്ള പല കാര്യങ്ങളുമാണ്. വിദേശ രാജ്യങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാനാണ് പലർക്കും ഇതിൻ്റെ അകത്ത് താല്പര്യം. ഇപ്പൊ ജനങ്ങള് ഈ വികസനത്തെ സപ്പോർട്ട് ചെയ്യുമ്പോൾ കണ്ണു അടച്ച് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതേ വഴിയുള്ളൂ. അല്ലാതെ ഏതെങ്കിലും ഒരു ആളുടെ പുറകെ നിന്ന് ഇതിനെ എതിർക്കാനോ ഇതിനെ സപ്പോർട്ട് ചെയ്യാനോ അല്ല. വികസനം വരണം, ആ ഒരു കാഴ്ചപ്പാട്. അതുപോലെ വ്യാജ പരിസ്ഥിതിവാദികളെയൊക്കെ പൊക്കിയെടുത്ത് അറബിക്കടലിൽ ഇടേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. കാരണം എന്തോ ഒരു ചെറിയ കലുങ്ക് പണിയുന്ന കാര്യത്തിലാണെങ്കിൽ പോലും ഈ പരിസ്ഥിതിവാദികൾ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്നത് അതിന്റെ എന്റർപ്രണേഴ്സിനും അതുപോലെ ഗവൺമെന്റിനും നാട്ടുകാർക്കും എല്ലാം ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അങ്ങനെ ഒരു സംഭവം തന്നെ ഈ പരിസ്ഥിതി സംവരണം എന്ന് പറയുന്ന വ്യാജ പരിപാടികളെ നിരോധിക്കേണ്ട സമയം തന്നെ അതിന് ഒരു സംഘടന, അതിനൊരു പരിശോധകൻ, ആത്യന്തികമായിട്ട് ഇവർ എന്താ ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. പരിസ്ഥിതി സംരക്ഷിക്കുന്ന കർഷകരാണ്. ദ ഫസ്റ്റ്, ലാസ്റ്റ് ആൻഡ് ബെസ്റ്റ് എൻവയറമെന്റലിസ്റ്റ് ഫാർമർ. അതായത് കർഷകനാണ് രാജ്യത്തെ ആദ്യത്തെയും അവസാനത്തെയും നല്ലതുമായിട്ടുള്ള പരിസ്ഥിതി സംരക്ഷകൻ. ഇത് മനസ്സിലാക്കാതെ ഇതൊരു തൊഴിലായി സ്വീകരിച്ച് എക്സ്റ്റോർഷൻ നടത്തുക എന്നുള്ളതാണ് പരിസ്ഥിതിവാദികളുടെ മെയിൻ പരിപാടി. എവിടെയായാലും പരിപാടി തുടങ്ങുന്നവരെ ഞങ്ങൾക്ക് പൈസ തന്നില്ല, ഞങ്ങൾ ഇത് നശിപ്പിക്കും. ഈ ഒരു നടപടിയിൽ, ഈ ഒരു ഇതിലേക്കാണ് പലരും നീങ്ങിയിരിക്കുന്നത്. ഇതിനകത്ത് ഏറ്റവും ഈ ഒരു കാര്യത്തില് ഈ ശ്രീലങ്ക കേന്ദ്രീകരിച്ച് ചൈന വലിയൊരു സൈനിക സന്നാഹം നടത്തുന്നുണ്ട്. മുങ്ങിക്കപ്പലുകൾ, ആണവ കപ്പലുകൾ, മാത്രമല്ല ഇവിടെ നിന്നുള്ള ബിസിനസ് അങ്ങോട്ട് കൊണ്ടുപോകാനും ശ്രമം നടത്തുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇപ്പൊ തിരുവനന്തപുരത്ത് തിയേറ്റർ കമാൻഡ്, ഇന്ത്യൻ ജോയിന്റ് മിലിറ്ററിയുടെ തിയേറ്റർ കമാൻഡ് വരികയാണ്. അപ്പൊ ഇത് മാത്രമല്ല, ഇനിയിപ്പോ ഇതിന്റെ താഴോട്ട് കുളച്ചലിലും അടുത്ത പോർട്ട് വരികയാണ്. കൂടുതൽ പോർട്ടുകളും കൂടുതൽ സൗകര്യങ്ങളും ആണ് വേണ്ടത്. പിന്നെ ഇതിന് അനേകം വികസന പ്രവർത്തനങ്ങൾ നടത്താനുണ്ട്. ആ വികസന പ്രവർത്തനങ്ങളെ തടയുന്നവരെ ശാരീരികമായിട്ട് നേരിടാനുള്ള സന്നദ്ധത ജനങ്ങളും ഗവൺമെന്റും ചെയ്യുക എന്നുള്ളതേ വഴിയുള്ളൂ. അത് ഫോഴ്സിനെ ഉപയോഗിച്ച് ഏറ്റവും മൃഗീയമായ രീതിയിൽ, ചെയ്യാവുന്നതിൽ ഏറ്റവും മൃഗീയമായ രീതിയിൽ ഇതിനെ തടയാൻ വരുന്നവരെ നേരിടുക എന്നുള്ളത്. അതിന്റെ ജാതിയും മതവും ഒന്നും നോക്കണ്ട. അത് ഏത് ജാതിയോ ഏത് മതമോ ആയിക്കോട്ടെ, അല്ലെ ഏത് രാഷ്ട്രീയ കക്ഷി ആയിക്കോട്ടെ, ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ വരുന്നവരെ നേരിടുക എന്നുള്ളതാണ്. കാരണം അതൊരു പാഠമായിരിക്കണം. ആ രീതിയിൽ നേരിട്ടാൽ മാത്രമേ ഇതിനൊരു ഇനി വരുന്ന പ്രോജക്റ്റുകൾക്കെങ്കിലും രക്ഷയുള്ളൂ. അല്ലെ ഇതിന് സുഗമമായിട്ട് അവിടെ നടത്താൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ എല്ലാവരും അത് തടയാൻ ശ്രമിക്കും വീണ്ടും. സാർ, ഇതുവരെ സാർ പറഞ്ഞ കാര്യങ്ങൾ വളരെ വളരെ ക്ലിയർ ആണ്. ഒരു ഒന്ന് രണ്ട് കാര്യങ്ങളിലായിരിക്കും നമുക്ക് ഇനി ഒരു വ്യക്തത പ്രേക്ഷകർക്ക് ആവശ്യമുണ്ടാവുക. ഒന്ന്, അത് ഇതിന്റെ ഇൻവെസ്റ്റ്മെന്റും പ്രോഫിറ്റും തമ്മിലുള്ള വീതം വെപ്പിലുള്ള കൺഫ്യൂഷനാണ്. അതായത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഉണ്ടാക്കിയ കരാറിനേക്കാൾ കൂടുതൽ കമ്മിറ്റ്മെന്റ് നമ്മുടെ സ്റ്റേറ്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും നമ്മുടെ ഭൂമിയും നമ്മുടെ നിർമ്മാണത്തിന് ആവശ്യമായ എല്ലാ സാമഗ്രികളും നമ്മുടെ ഭാഗത്തു നിന്ന്, മാത്രമല്ല ഈ പുലിമുട്ട് ഉൾപ്പെടെയുള്ള നിർമ്മാണത്തിന്റെ ചെലവുകൾ, അങ്ങനെ കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ചെലവിന്റെ വിഹിതം കൂടുകയും ഈ പ്രോഫിറ്റിന്റെ വിഹിതത്തിൽ ഗണ്യമായ മാറ്റം ഇല്ലാതിരിക്കുകയും ചെയ്യുന്നു തുടങ്ങിയ സാമ്പത്തികവാദികൾ, തീർച്ചയായിട്ടും പരിസ്ഥിതിവാദികളല്ല, സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പക്ഷത്തു നിന്ന് ഉയർത്തപ്പെട്ട ആരോപണങ്ങളുണ്ട്. ഇപ്പോ അതിന്റെ യാഥാർത്ഥ്യം ഒരുപക്ഷെ ഉദ്ഘാടന സമയത്ത് ചിലരെങ്കിലും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. സാർ, അതിന്റെ സൂക്ഷ്മാംശങ്ങൾ സാമ്പത്തികമായി ഇതിന്റെ ചെലവ് വരവ്, ഇതില് സ്റ്റേറ്റിന്, കേന്ദ്രത്തിന്, അദാനിക്ക്, ഈ മൂന്ന് പാർട്ടിൽ നമ്മുടെ രാജ്യത്തിന്, മീൻസ് കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഇതിന്റെ ലാഭത്തിൽ ന്യായമായ വിഹിതത്തിന്റെ ഒരു ലഭ്യത ഉണ്ടാകുമോ? അതല്ല അത് ന്യായമല്ല തുടങ്ങിയ വാദങ്ങൾ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരുടെ ഭാഗത്തു നിന്ന് വന്നത് സാറ് ശ്രദ്ധിച്ചിരുന്നു? ഞാനത് ശ്രദ്ധിച്ചിരുന്നു. ഇതിന്റെ ഒരു രസം, കേന്ദ്രത്തിന്റെ നയം എന്ന് പറയുന്നത് സബ്കെ സാത്ത് സബ്കെ വികാസാണ്. വരുന്ന എന്റർപ്രണർ ഹിന്ദുവാണോ മുസ്ലിമാണോ ക്രിസ്ത്യാനിയാണോ എന്നൊന്നും നോക്കുന്നില്ല ഇൻവെസ്റ്റർ. അത് അദാനി ആണേലും അംബാനി ആണേലും യൂസുഫ് അലി സാഹിബ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ വീഗാട് ചിറ്റിലപ്പള്ളി ആണെങ്കിലും ഒരു പ്രോജക്റ്റ് കൊണ്ടുവന്നാൽ അയാളുടെ മതം നോക്കുന്നില്ല. കേന്ദ്ര ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ വയബിലിറ്റിയും ലീഗലായിട്ടും സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ നോക്കിയാണ് കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിൽ മാത്രമല്ല 28 സ്റ്റേറ്റിലും ഇന്ത്യക്ക് പുറത്തും ചെയ്യുന്ന പ്രോജക്റ്റുകളിൽ
മതം നോക്കിയോ ജാതി നോക്കിയോ അല്ല ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്നത്. പക്ഷേ ഇന്ത്യയുടെ ഈ 28 സ്റ്റേറ്റുകളിൽ ഒരു സ്റ്റേറ്റ് ആയ കേരളത്തിൽ മാത്രം ഒരു വലിയൊരു പ്രത്യേകതയുണ്ട്. ഹിന്ദു ഇൻവെസ്റ്റർ വന്നു കഴിഞ്ഞാൽ അവന് ലാഭം കിട്ടാൻ പാടില്ല. അക്കാര്യത്തിൽ കേരളത്തിൽ എല്ലാ രാഷ്ട്രീയ കക്ഷികളും മീഡിയകളും ഒറ്റക്കെട്ടാണ്. ബാക്കി ലാഭം എടുക്കാം. ഇപ്പം ഇവിടെ എയർപോർട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അത് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പിലാണ്, അവർക്ക് ലാഭം എടുക്കാം. അത് ന്യൂനപക്ഷക്കാരുടെയാണ്, അതിന് കുഴപ്പമില്ല. ഞാൻ പേരും ഊരുവൊന്നും ഇവിടെ പറയുന്നില്ല. അവർക്ക് ഇത് എന്താണ് ലാഭം എടുക്കാം, അതിന് കുഴപ്പമില്ല. പക്ഷേ പോർട്ട് പണിയുന്ന ഹിന്ദു അദാനി ലാഭം എടുക്കാൻ പറ്റത്തില്ല. ഇതിൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും മീഡിയയും ജനങ്ങളും പരിസ്ഥിതിയും സകല ആൾക്കാരും ഒറ്റക്കെട്ടാണ്. ഇതാണ് കേരളത്തിന്റെ ബേസിക് പ്രശ്നം. ഹിന്ദു എന്റർപ്രണർ ഉണ്ടാകാൻ പാടില്ല. അതിന്റെ മറയാണ് ഈ സാമ്പത്തികവാദി എന്ന് പറയുന്നവന്റെ കയ്യിൽ 10 പൈസ എടുക്കാനില്ല. അവൻ ജീവിതത്തിൽ ഒരു കട നടത്തിയോ ഒരു എന്തെങ്കിലും ഒരു കാര്യം വിട്ടോ ജീവിതത്തിൽ 10 പൈസ വെൽത്ത് ക്രിയേഷൻ ഉണ്ടാക്കിയിട്ടുള്ളവനല്ല ഈ സാമ്പത്തികവാദി എന്ന് പറയുന്നത്. അവന്റെ സംസാരം കേൾക്കുമ്പോൾ തന്നെ ചെപ്പക്കുട്ടിക്ക് അടി കൊടുക്കാൻ തോന്നും. കാരണം ജീവിതത്തിൽ ഒരു പൈസ ഉണ്ടാക്കി ഇൻവെസ്റ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു കാര്യം ജീവിതത്തിൽ ഒരു സക്സസ് ഉണ്ടാക്കിയവനല്ല ഈ സാമ്പത്തികവാദി എന്നും പറഞ്ഞ് ഞാൻ ടി വിയിൽ കാണാറുണ്ട്. സാമ്പത്തിക ശാസ്ത്രജ്ഞൻ എന്ന് പറഞ്ഞ്. എന്തോന്ന് സാമ്പത്തിക ശാസ്ത്രജ്ഞൻ? മരപ്പൊട്ടൻ പറയാവുന്ന രീതിയിലുള്ള മറ്റേ നമ്മുടെ പഴയ ഇങ്ങനെ എന്താണ് ചീഫ് സെക്രട്ടറി യൂസ് ചെയ്ത ഒരു വാർഡുണ്ട്, മരപ്പൊട്ടൻ. ആ മരപ്പൊട്ടൻ എന്ന് പറയാവുന്ന രീതിയിലുള്ളമാര് പലരുമാണ് വന്ന് സാമ്പത്തിക ശാസ്ത്രത്തെ പറ്റി ക്ലാസ് എടുക്കുന്നത്. പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ്, ബിസിനസ് നടത്തിയ എക്സ്പീരിയൻസ് ഉള്ളവരാണ് നമ്മുടെ എന്റർപ്രണേഴ്സ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയലിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ. അവര് ഒരു കാര്യം ചെയ്യുമ്പോൾ കൃത്യമായിട്ട് അവരുടെ ഓഡിറ്റർമാർ ഗവൺമെന്റിന് പ്രോജക്റ്റ് കൊടുക്കുന്നുണ്ട്. ഇത് പല പ്രാവശ്യം കോടതികളുടെ സ്ക്രൂട്ടിനിക്ക് വിധേയമായതാണ്. അപ്പൊ ഈ എഗ്രിമെന്റിലെല്ലാം ഒരു ബിഡിങ് നടത്തുമ്പം പബ്ലിക്കായിട്ട് ബിഡിങ് ഉണ്ട്. ഇവർക്കൊരു ബെറ്റർ പ്രൊപ്പോസൽ ഉണ്ടായിരുന്നെങ്കിൽ ആരെ കൊണ്ടേലും കൊടുപ്പിക്കാൻ മേലെ. ഇതിനൊരു അൺസർട്ടനിറ്റി ഉണ്ട്, റിസ്ക് ഉണ്ട്. അത് ആരെടുക്കും? അപ്പൊ അതെടുക്കുന്നവൻ അതനുസരിച്ചുള്ള പ്രോഫിറ്റും അതനുസരിച്ചുള്ള മാർജിനും വേണം, എങ്കിലേ ആ ബിസിനസ് സസ്റ്റെയിൻ ആകത്തുള്ളൂ. ആ ബിസിനസ് ലോസ് ആകരുതെന്നുള്ളതാണ് ഗവൺമെന്റിന്റെ ഇൻട്രസ്റ്റ്, കേന്ദ്ര ഗവൺമെന്റിന്റെ ഇൻട്രസ്റ്റ്. പക്ഷേ വരുന്നവൻ പൊളിഞ്ഞ് നിർബന്ധമായിട്ടും ഇൻവെസ്റ്റർ ആത്മഹത്യ ചെയ്തിരിക്കണം എന്ന് 100% നിർബന്ധമുള്ള ഗവൺമെന്റും മീഡിയയുമാണ് കേരളത്തിലുള്ളത്. അതൊരു സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ഈ സ്പീച്ച് കേൾക്കുന്ന ആരെങ്കിലും ഒരു കട തുടങ്ങിയാൽ അവർക്ക് മനസ്സിലാവും. കേരളത്തിലെ ഒരുത്തിനൊരു എന്തെങ്കിലും ഒരു പരിപാടി തുടങ്ങിയാൽ അവനും അവന്റെ കുടുംബവും നിർബന്ധമായിട്ടും ആത്മഹത്യ ചെയ്തിരിക്കണമെന്ന് 100% നിർബന്ധം കേരളത്തിലെ ഭരിക്കുന്നവർക്ക്, അതായത് ഇടതന്മാർക്ക്, ഓപ്പോസിറ്റ് ഇരിക്കുന്ന കോൺഗ്രസ് വലതന്മാർക്ക്, മീഡിയയ്ക്ക്, പോലീസിന്, എക്സിക്യൂട്ടീവിന്, ഈവൻ ജുഡീഷ്യറിക്ക് പോലും ഈ എന്റർപ്രണറെ സംരക്ഷിക്കണം എന്നൊരു പോളിസി ഇല്ല. എന്റർപ്രണർ ഏതോ കൊള്ളയടിക്കാൻ വരുന്ന വലിയ ശത്രുവായിട്ടാണ് അവന് ഇവിടെ വന്ന് കൊള്ളയടിക്കുന്നു, ഇവിടുന്ന് മൊത്തം എടുത്തോണ്ട് പോകുന്നു, കല്ലെടുത്തോണ്ട് പോകുന്നു, മണ്ണ്, ഇതിനൊന്നും ഒരു വിലയില്ലാത്ത സാധനങ്ങളായത് എവിടെ കിടന്നാലും. ഇതിനെ ആർട്ടിഫിഷ്യലായിട്ട് ഇതിന് വിലയുണ്ടാക്കി ആർട്ടിഫിഷ്യലായിട്ട് ഇതിനെ കെട്ടിവെച്ച് ചെയ്യുന്ന അഭ്യാസങ്ങളാണ്. യഥാർത്ഥത്തിൽ ഒരു പരിപാടിക്ക് വരുന്ന ആൾക്ക് കല്ലും മണ്ണും ഇലക്ട്രിസിറ്റിയും വാട്ടറും ഇതെല്ലാം കൊടുക്കാനുള്ള കടമ ഗവൺമെന്റിനുണ്ട്. അത്രേ ഉള്ളൂ. കേരള ഗവൺമെന്റ് ഇൻവെസ്റ്റ് ചെയ്തു എന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? 10 പൈസയ്ക്ക് വകയില്ല. 5500 കോടിയാണ് ഇവര് പ്രോമിസ് ചെയ്ത്, ഇതുവരെ കൊടുത്തിട്ടുള്ളത് 800 കോടിയാ. ഒരു ഓർത്തോണം. ഇപ്പൊ അതായത് ഈ പറഞ്ഞ മെറ്റീരിയൽസിന്റെ വിലയും സ്ഥലത്തിന്റെ വിലയും എല്ലാം കൂടെ കൂട്ടി കിഴിച്ചാണ്. കാശായിട്ട് കൊടുക്കാൻ 5 പൈസ ഇല്ല. പിന്നെ ആ സ്ഥലം എന്റേതാണ്, അതിന്റെ വില ഇത്ര ആയിക്കോണം, അവിടുന്ന് മണ്ണെടുത്തിട്ടുണ്ട്, കല്ലെടുത്തിട്ടുണ്ട്, ഞാൻ അവിടെ വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ രീതിയിലുള്ള പരിപാടികളല്ലാതെ കൃത്യമായിട്ട് കേരളത്തിന്റെ കയ്യിൽ പൈസയില്ല. കേന്ദ്രത്തിൻ്റെതും ഇക്വിറ്റി മാത്രമേ ഉള്ളൂ, അല്ലാതെ ഇതിൻ്റെ അത് കേന്ദ്രവും ഡയറക്റ്റ് ആയിട്ട് ഫണ്ട് കൊടുക്കുന്നില്ല. അദാനി ഫണ്ട് ഇറക്കുന്നു, അയാൾ ആ സംഭവം ഉണ്ടാക്കുന്നു, അപ്പൊ അത് കുറെ നാൾ ഓപ്പറേറ്റ് ചെയ്ത് അയാളുടെ പണം റിട്രൈവ് ചെയ്യുന്നു, അത് കഴിയുമ്പോൾ അത് രാജ്യത്തിൻ്റെതാവുന്നു. ഇപ്പൊ ഓൾറെഡി അവിടെ CISF വന്നു. ഇനിയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ എങ്ങനെ നോക്കൂലി വാങ്ങിക്കും? നോക്കൂലി വാങ്ങിക്കാൻ പറ്റത്തില്ല. CISF അവിടെ ഉണ്ട്, അവിടെ പോയി നോക്കൂലി ചോദിച്ചാൽ ഉണ്ട തിന്നും. കാരണം CISFന് ഈ മലയാളം ഇതൊന്നും അറിയത്തില്ല. നോക്കൂലി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മറുപടി വെക്കും, അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പൊ പിന്നെയുള്ള പരിപാടി ഇനി വീണ്ടും അദാനിയെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ വേണ്ടി വീണ്ടും സമരങ്ങൾ ഉണ്ടാക്കുന്നു, വീണ്ടും വേറെ എന്തെങ്കിലുമൊക്കെ ശല്യങ്ങൾ ഉണ്ടാക്കുന്നു, വികസനം തടയുന്നു. അതിൽ നിന്ന് എന്തെങ്കിലും പിരിവ്, സംസ്ഥാന സമ്മേളനത്തിന് പിരിവ്, നേതാവിന്റെ മകളെ കെട്ടിക്കാൻ പിരിവ്, ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ പിരിവെടുക്കാവുന്നുള്ളതല്ലാതെ ഇതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, ഈ മേൽ പറഞ്ഞ കക്ഷികൾ ഒരുത്തരും നന്നാകില്ലാത്ത ടീമുകളാണ്. കാരണം ഇവരുടെയൊക്കെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് നിന്ന് എങ്ങനെയും എന്റർപ്രണർ, ഇൻഡസ്ട്രിക്കാരൻ്റെ കയ്യിൽ പൈസയുണ്ട്, അതെങ്ങനെ ഊറ്റിയെടുക്കാം, എന്തെങ്കിലും സ്റ്റോറി ഉണ്ടാക്കി, ഒരു സീൻ ഉണ്ടാക്കി, ഒരു സ്കീം ഉണ്ടാക്കി അതിൽ നിന്ന് ഊറ്റിയെടുക്കാവുന്നുള്ള പരിപാടി മാത്രമേ ഇവരിൽ അവശേഷിക്കുന്നുള്ളൂ. കാരണം ഇതുപോലത്തെ ഒരു ഗ്ലോബൽ
ആയിട്ടുള്ള ഒരു പോർട്ട് പ്രോജക്റ്റ് എന്ന് പറയുന്നത് അത്രയും കൃത്യമായിട്ടാണ് അവർ ചെയ്യുന്നത്. അല്ലാണ്ട് അത് ഒരു ഏതെങ്കിലും രീതിയിലോ ഏതെങ്കിലും ഒരു സാമ്പത്തിക വിദഗ്ധരെന്ന് സ്വയം പ്രഖ്യാപിച്ച ആള് കയറിയിരുന്ന് ഇത് മൊത്തം അവന് ലാഭമാണ്, അവന്റെ ഇൻവെസ്റ്റ്മെന്റ് ആര് ഇവനാണോ കൊടുത്തത്, ഈ സാമ്പത്തിക വിദഗ്ധനാണോ ഈ പൈസ കൊടുത്തിരിക്കുന്നത്? അല്ല, അവന് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടോ? രാജ്യത്തിനോ സ്വന്തം വീടിനോ വേണ്ടി എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടോ? അതുകൊണ്ട് ഈ വ്യാജ പരിസ്ഥിതി വാദക്കാരനെക്കാട്ടിലും 1000 ഇരട്ടി അപകടകാരിയാണ് ഈ വ്യാജ സാമ്പത്തികവാദി. അവൻ എന്ത് പ്രോജക്റ്റ് ഉണ്ടായാലും ഗവൺമെന്റിന് നഷ്ടമാണ്, എന്റർപ്രണർക്ക് ലാഭം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഒരു രാജ്യം സസ്റ്റെയിൻ ചെയ്യുമോ? ഒരു ബിസിനസ് അദാനിയുടെ കീഴിൽ ജോലി ചെയ്യുന്നവർക്ക് അയാൾ ശമ്പളം കൊടുക്കണ്ടേ? ചുമ്മാണോ ആരെങ്കിലും ജോലി ചെയ്യുന്നത്? അപ്പൊ ഈ ഇൻവെസ്റ്റ്മെന്റ്. അതെ, ഒരു അംശം കൂടി, ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞാൽ നമുക്കത് അവസാനിപ്പിക്കാം ഈ ടോക്ക്. എനിക്ക് തോന്നുന്നു ഇപ്പോ സാറ് പറഞ്ഞതുപോലെ രാഷ്ട്രീയമായ അന്ധമായ വികസന വിരോധമുണ്ട്, ഈ വർഗീയമായി അല്ലെങ്കിൽ സാമുദായികമായുള്ള വിരോധങ്ങൾ ഇതിനെതിരെ വന്നിട്ടുണ്ട്, സാമ്പത്തികവാദികളുടെയും പരിസ്ഥിതിവാദികളുടെയും എതിർപ്പുണ്ടായിട്ടുണ്ട്. ഒരു പ്രശ്നം തീർച്ചയായിട്ടും സാറ് നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു ഈ വീടും കുടിയും സ്ഥലവും നഷ്ടപ്പെട്ടവർക്കൊക്കെ നല്ല ഏറ്റവും ന്യായമായ ഈ നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ടാണ് ഈ പദ്ധതി സമാധാനപൂർവ്വം മുന്നോട്ട് പോകുന്നത് ഞാൻ വിചാരിക്കുന്നു. അതേ സമയത്ത് ഉയരുന്ന ഒരു പ്രശ്നം, പരിസ്ഥിതിവാദവും ഈ പറഞ്ഞ ഗണത്തിൽ പെടാത്ത ഒരു പ്രശ്നം ഉണ്ടല്ലോ സാർ, അത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ഈ വിഴിഞ്ഞം പോർട്ടിന്റെ ഒരു വിശാലമായ ഏരിയയിൽ നിന്ന് കടലിനോട് അടുത്ത പ്രദേശത്ത് ഈ പ്രത്യേകിച്ച് കൊച്ചു വള്ളങ്ങളിലൊക്കെ മീൻ പിടിച്ച് ജീവിച്ചിരുന്ന തൊഴിൽ പ്രശ്നം, അവരുടെ തൊഴിൽ പ്രശ്നത്തെ എങ്ങനെയാണ് അഡ്രസ് ചെയ്യാൻ കഴിയാന്നൊരു ഇഷ്യൂ ഉണ്ട്. ഒരുപക്ഷെ അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ലത്തീൻ കത്തോലിക്ക സഭ വലിയ പ്രക്ഷോഭം, വലിയ നീണ്ടുനിന്ന വലിയ പ്രക്ഷുബ്ധമായ സമരം നയിച്ചത്. ആ സമരത്തെ സഭയിൽ തന്നെ സഭ തന്നെ പിന്നീട് പുറകോട്ട് പോവുകയും സഭ ഇപ്പൊ ഏതാണ്ട് ശാന്തമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതൊരു പക്ഷേ ഗവൺമെന്റിനും അദാനി ഗ്രൂപ്പിനും ഒക്കെ ഈ ഫാദർമാരെ അല്ലെങ്കിൽ സഭാധ്യക്ഷന്മാരെ അത് കൃത്യമായി ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞതുകൊണ്ടാവാം, സഭാധ്യക്ഷന്മാർ അത് സഭയിലെ അവരുടെ അനുയായികളെ ബോധ്യപ്പെടുത്തിയതുകൊണ്ടാവാം. അപ്പോഴും പരമ്പരാഗതമായി മത്സ്യബന്ധനമല്ലാതെ മറ്റൊരു തൊഴിലറിയാത്ത ആയിരക്കണക്കിന് എന്ന് ഞാൻ പറയുന്ന റഫായിരിക്കാം, കൃത്യമായ എസ്റ്റിമേറ്റ് എനിക്ക് അറിഞ്ഞൂടെ, എന്തായാലും വാർത്തകളിൽ വരുന്നത് അവര് അവിടുന്ന് തീർച്ചയായിട്ടും ഡിസ്ലൊക്കേറ്റ് ചെയ്ത് വേറെ എവിടെയെങ്കിലും ഒക്കെ പോയി ഉപജീവനത്തിന് വേണ്ടി ജീവിക്കേണ്ടി വരില്ലേ? അവരുടെ ഒരു പ്രശ്നം, തൊഴിൽ പ്രശ്നം കൂടി അഡ്രസ് ചെയ്യപ്പെട്ടാൽ സാറിന്റെ ഈ വിഴിഞ്ഞം സംബന്ധമായ നിരീക്ഷണങ്ങളുടെ ഒരു പൂർണ്ണത വരും, സമഗ്രത വരും. അതുകൂടി പറഞ്ഞ് സാറിന് അവസാനം. മത്സ്യത്തൊഴിലാളികളുടെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളി എന്ന് പറയുന്നത് കേരളത്തിലെ ചില സമ്മർദ്ദ ഗ്രൂപ്പുകളുടെ ഒരു ആയുധമാണ് ഗവൺമെന്റിനെതിരെ പോരാടാനുള്ള. ഇവർ ഈ 10-70 വർഷം നോക്കിയിട്ട് ഇവരെ ഒരു രീതിയിലും ഇവരെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ അതിന്റെ പഴി മുഴുവൻ അദാനിയുടെ തലക്കിട്ട് വെച്ച് കൊടുത്തുകൊണ്ട് വല്ല കാര്യമുണ്ടോ? അതായത് ഈ ലത്തീൻ അധികാരികളുടെ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ അവർ ഈയിടെ ചെയ്ത ഒരു പരിപാടി, EWS 2019 EWS ഈ ഇതിലെ മുന്നോക്ക ജാതിക്കാരിലെ ഏറ്റവും പാവപ്പെട്ടവർക്ക് EWS കൊടുത്തപ്പോൾ അതിനെതിരെ കേസിന് പോയ വിദ്വാന്മാരാണ് ഇന്ത്യയിൽ. ഒരു രീതിയിലും ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കുന്നവരല്ല ഈ ലത്തീന്റെ നേതൃത്വം എന്ന് പറയുന്നത്. അതായത് ഞങ്ങൾക്കെല്ലാം കിട്ടുകയും ചെയ്യണം, വേറെ ആർക്കും ഒന്നും കൊടുക്കരുതെന്ന് 100% നിർബന്ധ ബുദ്ധിയുള്ള ആൾക്കാരാണ് ഇവർ. ഇവരുടെ ഒരു ടൂളാണ്. മത്സ്യത്തൊഴിലാളികളോടോ അവരുടെ ജീവനമാർഗത്തോടോ നമുക്ക് കമ്പാഷൻ ഉണ്ട്, അത് അഡ്രസ്സ് ചെയ്യേണ്ടതാണെങ്കിൽ അത് ഗവൺമെന്റ് അഡ്രസ്സ് ചെയ്യേണ്ടതാണ്. അവർക്ക് എന്തെങ്കിലും നഷ്ടപരിഹാരമോ എന്തെങ്കിലും കൊടുക്കാനാണ്. പക്ഷെ ഗവൺമെന്റും ഇവരും പറയുന്നത് ഈ മത്സ്യബന്ധനവും കപ്പൽ വരുന്നതുമായിട്ട് കാര്യമായ ബന്ധങ്ങളൊന്നുമില്ല. കപ്പൽ വരുമ്പോൾ തിരയടിച്ച് പോകും എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അവിടെ കപ്പൽ വന്നിട്ട് ഈ കഴിഞ്ഞ ദിവസം കപ്പൽ വന്നിട്ട് അവിടെ തിരയടിക്കുകയും വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ഗവൺമെന്റ്, അതായത് ഇതിനു മുമ്പ് മീനാകുമാരി റിപ്പോർട്ട് എന്നും പറഞ്ഞ് മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ മത്സ്യസമ്പത്ത് മൊത്തം വെള്ളക്കാർക്ക് വിൽക്കാൻ ഒരു ശ്രമം നടത്തിയിരുന്നു. അപ്പൊ ഈ ലത്തീൻ സഭക്കാരും ജീവിച്ചിരിപ്പില്ലായിരുന്നോ? മീനാകുമാരി റിപ്പോർട്ട് എന്നും പറഞ്ഞ് മൻമോഹൻ സിംഗും സോണിയാഗാന്ധിയും കൂടെ മുഴുവൻ മത്സ്യസമ്പത്തും ഫോറിൻ രാജ്യങ്ങൾക്ക് വിൽക്കാൻ ശ്രമിച്ചപ്പം അപ്പൊ ഇവരൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടാണ്ടിരുന്നത്? ഇവരുടെ പ്രശ്നം മത്സ്യത്തൊഴിലാളികളുടെ വഴിമുട്ടുന്നതോ അവരുടെ ആഹാരമോ ഒന്നുമല്ല, അവരുടെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള അജണ്ടകളാണ്. ഈ ഇന്ത്യ വിരുദ്ധത, ഹിന്ദു വിരുദ്ധത, ഗവൺമെന്റ് വിരുദ്ധത, വികസന വിരുദ്ധത, ഈ അഭ്യാസങ്ങൾക്ക് ഈ പാവപ്പെട്ട ആൾക്കാരെ മുമ്പിൽ നിർത്തി അവർക്ക് ഒരു സിമ്പതി ക്രിയേറ്റ് ചെയ്ത് ഈ വികസനം തടയുക എന്നുള്ള അജണ്ട മാത്രമേ ഉള്ളൂ. അതായത് ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്ത മുന്നോക്കക്കാരെന്ന പേര് മാത്രമുള്ള ആൾക്കാർക്ക് ഒരു ആനുകൂല്യം കൊടുക്കുന്നതിന് ഇപ്പോഴും സുപ്രീം കോടതിയിൽ പോയി കേസ് കളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഇവര്. അതായത് ജീവിതത്തിൽ സത്യസന്ധത എന്ന് പറയുന്ന ഒരു പരിപാടി ഇല്ലാത്ത ടീമുകളാണ് ഇവര്. അതായത് ഒരേ പള്ളിയിൽ കുർബാന കൂടുന്നവനാണ് സുറിയാനിയും ലത്തീനും. അപ്പം
ഇതിന്റെ അകത്ത് സുറിയാനിക്കാർക്ക് ഒരു ഇത്ര ആനുകൂല്യം കിട്ടിയെന്ന് കണ്ടപ്പോൾ അതിനെതിരെ കേസിന് പോയി. അത്രേ ഉള്ളൂ ഇതിനകത്തെ കാര്യം. ഇതിന്റെ അകത്ത് ഇവര് ഞാൻ ചോദിക്കട്ടെ, ഈ ലത്തീൻ സഭ ഇതില് എന്താണ് ചുങ്കം പിരിക്കാൻ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ? ഇന്ത്യയിൽ നമ്മുടെ ഗവൺമെന്റിനല്ലാണ്ട് വേറെ ആർക്കെങ്കിലും ചുങ്കം പിരിക്കാൻ പറ്റുമോ? ഇവരെങ്ങനെയാണ് ഈ തുറകളിൽ കൊണ്ടിരുന്ന മീനിനും അതിന്റെ അളവിനും അനുസരിച്ചും ചുങ്കം പിരിക്കുന്നത് എങ്ങനെയാ? ആരെങ്കിലും ഇതിന് ഉത്തരം പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും പത്രലേഖനം ചോദിച്ചിട്ടുണ്ടോ? പള്ളി എങ്ങനെയാണ് ചുങ്കം പിരിക്കുന്നത്? കൊണ്ടിരുന്ന മീനിനും തുറകളിലും അവർക്കവിടെ എന്ത് അതോറിറ്റിയാ ഉള്ളത് ചുങ്കം പിരിക്കാൻ, പിരിവെടുക്കാൻ, നിർബന്ധിത പിരിവെടുക്കാൻ? നോക്കൂലിയെക്കാട്ടിലും കഷ്ടമാണത്, നോക്കൂലിയെക്കാട്ടിലും കഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് അതായത് ഇതിന്റെ അകത്ത് ആരെയെങ്കിലും മുമ്പിൽ നിർത്തി വികസനം തടയുന്നവനെ നേരിടേണ്ടത് ഗവൺമെന്റ് അല്ല, ആർമിയാണ്. അങ്ങനെ നേരിട്ടാലേ ഇതുപോലത്തെ കാര്യങ്ങൾക്ക് ഒരു ഇതാവും. അല്ലെങ്കിൽ ഒരുത്തൻ ഒരു സമരം നടത്തി വിജയിപ്പിച്ച് പൈസ ഉണ്ടാക്കുന്നത് കാണുമ്പോൾ വേറൊരുത്തനും സമരം ചെയ്യണമെന്ന് തോന്നും. അതുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് കൊടുക്കാനുള്ളത് ഗവൺമെന്റ് കൊടുക്കണം. പക്ഷെ മത്സ്യത്തൊഴിലാളിയെ വെച്ച് ആരെങ്കിലും മുതലെടുക്കുകയോ ബ്ലാക്ക് മെയിൽ ചെയ്യുകയോ എക്സ്റ്റോർഷൻ നടത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിനെ തടയുകയും ചെയ്യണം. ആദ്യം ഒരു കാര്യം ചെയ്യും, ഈ മത്സ്യത്തൊഴിലാളിയിൽ നിന്ന് പിരിക്കുന്ന ചുങ്കം, സെസ്സും ലെവിയും ഒക്കെ പിരിക്കുന്ന അങ്ങ് നിർത്തുക. അത്രയും പൈസ കൂടെ അവർക്കങ്ങ് ചെല്ലട്ടെ. അത് കഴിഞ്ഞിട്ട് ഇവർ ഗവൺമെന്റിനെ പഠിപ്പിക്കാൻ വന്നാൽ പോലെ. ഇവർക്ക് ഞാൻ ചോദിക്കട്ടെ, ഇതേ പ്രശ്നം ഹമ്പൻ തൊട്ടയിലും കുളമ്പോയിലും ഒക്കെ പോർട്ട് ഉണ്ടാക്കിയപ്പോൾ ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നു. അവിടെ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ഇല്ല. നമ്മുടെ തൊട്ട രാജ്യത്ത് ഈ പോർട്ടൊക്കെ ഡെവലപ്പ് ആവുന്നുണ്ട്. അപ്പൊ അവിടെ ഒന്നും പ്രശ്നമില്ല. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇതിന്റെ ഉടമസ്ഥൻ, ഇത് ചെയ്യുന്നവൻ അദാനി എന്ന ഹിന്ദുവാണ്, ഇന്ത്യയിലെ BJPയുടെ ഗവൺമെന്റ് ആണ്. ഇതാണ് കേരളത്തിലെ പലരുടെയും പ്രശ്നം. അത് മറച്ചു വെക്കാൻ വേണ്ടിയാണ് വേറെ നുണകളുമായിട്ട് വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പം പുതിയ പോയപ്പോ ഫെർണാണ്ടോ എന്ന് പറയുന്ന കപ്പലാണ് വന്നത്. ഇനിയിപ്പോ ഉസ്താദ് എന്ന് പറയുന്ന കപ്പൽ വരും. പിന്നെ ഡോട്ടർ ഷിപ്പും കുഞ്ഞു ഷിപ്പുകളും ഒക്കെ വരും MPക്ക് വേണ്ടി. അപ്പൊ ഇവരിപ്പോ ഇന്ന് പറയുന്ന ഡിമാൻഡ് നാളെ നമ്മൾ ചെയ്തു കൊടുത്താലും ഇവർ സഹകരിക്കത്തില്ല. അതായത് ഇപ്പൊ ഇവർ കുറെ ഡിമാൻഡുകളുമായിട്ട് വരുന്നു. ഓക്കെ, ഇതെങ്കിലും അവസാനമാകട്ടെ എന്ന് വിചാരിച്ച് ഗവൺമെന്റ് അത് ചെയ്തു കൊടുക്കുന്നു. അപ്പൊ നാളത്തെ കഴിഞ്ഞ് വേറൊരു പരിപാടിയായിട്ട് വരും. ഒരിക്കലും ഇവരോട് അതായത് 100 വർഷമോ 1000 വർഷമോ കഴിഞ്ഞാലും ഇതിനെ എതിർത്ത ശക്തികൾ ഇതിനെ എതിർത്തുകൊണ്ട് തന്നെ ഇരിക്കും, ഇതിനെ പിന്തുണയ്ക്കത്തില്ല. കാരണം അവരുടെ അജണ്ടകളും ഉദ്ദേശങ്ങളും വേറെയാണ്. അതുകൊണ്ട് ജനങ്ങൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുക. 100% അതായത് കേരള ജനത അദാനി എന്ന് പറയുന്ന ഇൻവെസ്റ്ററോട് നന്ദി പറയുന്നു, കടപ്പെട്ടിരിക്കുന്നു. കാരണം ഈ 2500 വർഷമായിട്ട് ഉണ്ടായിരുന്ന ഒരു പൊട്ടൻഷ്യൽ ഇപ്പൊ യൂസ് ചെയ്തിരിക്കുന്നു. ഇതുപോലത്തെയുള്ള മറ്റു പ്രോജക്റ്റുകൾ ഐഡന്റിഫൈ ചെയ്ത് ഇതുപോലത്തെ ആൾക്കാരെയാണ് കൊണ്ടുവരേണ്ടത്. അല്ലാതെ ഇതിന്റെ അകത്ത് ജാതി മതം ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ രാജ്യത്തിന് വികസനം വരണം, അത്രേ ഉള്ളൂ. ഈ തുറമുഖം എന്ന് പറയുന്നത് ഭാരതമാതാവിന്റെ വലത്തെ കാലിലുള്ള മിട്ടിയാണ്. ഒരു ഭാരതമാതാവിന്റെ ഒരു ആഭരണമാണ് ഈ വിഴിഞ്ഞം പോർട്ട് എന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ. പലരെയും സങ്കടപ്പെടുത്തുന്നതും അത് തന്നെയാണ്. ഭാരതമാതാവിന് ഒരു ആഭരണവും കൂടെ കിട്ടി എന്നുള്ളതാണ് പലരെയും സങ്കടപ്പെടുത്തുന്നത്. യെസ്, നന്ദി സർ. ഈ രാജ്യത്തിന്റെ വികസനം എന്നൊരു അടിസ്ഥാന നിലപാടിൽ നിന്നുകൊണ്ട് വിഴിഞ്ഞം തുറമുഖത്തിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളുടെ പൊള്ളത്തരം തുറന്നു കാണിച്ചുകൊണ്ട് ശുദ്ധ ദേശീയവാദിയായ അങ്ങ് ഈ തുറമുഖത്തിന് വേണ്ടി സംസാരിച്ച, വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടന വേളയിൽ നടത്തിയ ഈ വിശദീകരണം എല്ലാ വിഭാഗം മനുഷ്യർക്കും സ്വീകാര്യമായി തീരും, അല്ലെങ്കിൽ അവരെ തൃപ്തിപ്പെടുത്തും എന്നാണ് എന്റെ വിശ്വാസം. അങ്ങേക്ക് നന്ദി പറയുന്നു. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.